ഹലോ, നാത്തുൻ സ്പൈസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പതിവ് പോലെ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടാലോ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചെമ്പാ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ശ്രീലങ്കൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ചെമ്പാ പുട്ടുപൊടിയാണ്. പെരിയാറിൻ്റെ ആണ് കേട്ടോ, പെരിയാർ എന്നുള്ള ബ്രാൻഡിൻ്റെ ആണ്. സാധാരണ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് പുട്ടുപൊടി എടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ പുട്ട് വീതം, ആ ചിരട്ടപ്പുട്ടിൽ ഓരോന്ന് വീതം കിട്ടാൻ അതാ ഇത്ര അളവിൽ മതി. അപ്പോൾ ഞാൻ എടുക്കുന്ന അളവിൻ്റെ 1/4 ഭാഗത്തോളം ചെമ്പാ പുട്ടുപൊടിയും ബാക്കി വെള്ള പുട്ടുപൊടിയാണ് എടുത്തത്. കാരണം എനിക്ക് ചെമ്പാ പുട്ടുപൊടി മാത്രമാകുമ്പോൾ എനിക്ക് ആ ടേസ്റ്റ് അത്ര അങ്ങ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് മിക്സ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പാ പുട്ടുപൊടി മാത്രമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അല്പം തേങ്ങയും കൂടെ ചേർക്കുക. ഈ പുട്ടുപൊടി പ്രത്യേകിച്ച് ചെമ്പാ പുട്ടൊക്കെ ആകുമ്പോൾ തേങ്ങ ചേർത്ത് ഇളക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അല്പാൽപമായിട്ട് വെള്ളം ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം എനിക്കിതിൻ്റെ കറക്റ്റ് അളവ് അറിയില്ലാത്തത് കൊണ്ട് കുറച്ച് ചേർത്ത് നോക്കി കറക്റ്റ് പരുവത്തിനാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് പുട്ടിൻ്റെ നനച്ച് വെക്കേണ്ട കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനത് മിക്സിയിൽ അടിക്കേണ്ട വരുമെന്നാണ് കരുതിയത്, പക്ഷെ അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വെള്ള പുട്ടുപൊടി ചേർത്തുകൊണ്ടായിരിക്കാം അത്ര സോഫ്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഇനി ഞാൻ പുട്ടുണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ചിരട്ടപ്പുട്ടാണ്, അതിൻ്റെ അച്ച് മാത്രമേ എൻ്റെ കയ്യിൽ നിലവിലുള്ളൂ. ഇനി നാട്ടിൽ പോയിട്ട് വേണം മറ്റേ പുട്ടുകുറ്റി കൊണ്ടുവരാനായിട്ട്. അതാകുമ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഒക്കെ കാണാൻ കുറച്ചുകൂടെ ഭംഗി മറ്റേ നീളത്തിലുള്ള പുട്ടുകുറ്റിയല്ലേ. അപ്പോൾ ഇങ്ങനെ ചെമ്പാ പുട്ട്, വെള്ളപ്പുട്ട്, മറ്റേ റാഗിപ്പൊടി അങ്ങനെയൊക്കെ പല കളറിലൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കാൻ അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ പുട്ടിൻ്റെ ഒപ്പം ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മൾ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം ചിക്കൻ കറി തന്നെയാണ്. ഞാനിത് ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ആ ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ താഴെ വീഡിയോയിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ ഒപ്പം തന്നെ ചായയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഓരോരോ ടൈപ്പ് പുട്ടുകളും അല്ലെങ്കിൽ പുട്ടിൻ്റെ കോമ്പിനേഷനൊക്കെ പറയുമ്പോൾ കുറേ പേര് സജസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഇറച്ചിപ്പുട്ട് അല്ലെങ്കിൽ മസാലപ്പുട്ടൊക്കെ ചെയ്യാമോ എന്ന്. അപ്പോൾ അതൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ പയ്യെ ചെയ്യാം കേട്ടോ. ഞങ്ങൾ അങ്ങനത്തെ ടൈപ്പ് പുട്ടുകൾ ഉണ്ടാക്കുന്നത് കുറവാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നോക്കി സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളിനി അടുത്ത പുട്ടും കൂടെ ആവി കയറ്റാൻ വെക്കുകയാണ് കേട്ടോ. ഇതാ ചായ റെഡിയായി കഴിഞ്ഞു. ഇനി അത് മറിച്ച് നമുക്ക് കപ്പിലേക്ക് ആക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ പുട്ടും റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അരി നേരത്തെ അടുപ്പത്തിട്ടു കേട്ടോ. കാരണം നമുക്ക് ഉച്ചത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കണമെങ്കിൽ അടുപ്പൊക്കെ ഒഴിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള പുട്ട് റെഡിയായി കഴിഞ്ഞു. ഒരു ഇച്ചിരി പൊടിയും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു അരപ്പൊട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുട്ടും ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുത്ത പാത്രങ്ങൾ അങ്ങ് കഴുകി വെക്കുവാണ് കേട്ടോ. പാത്രം കഴുകൽ കഴിഞ്ഞാൽ കുറേ പണിയൊക്കെ തീർത്ത് വെക്കാമല്ലോ. പുട്ടും ചിക്കൻ കറിയും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ഞാനവിടെ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. പുട്ടും ചിക്കനും കോമ്പിനേഷൻ ഇഷ്ടമുള്ള കുറേ പേരുണ്ടായിരിക്കും അല്ലേ? എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് പുട്ടും മുട്ടക്കറിയാണെങ്കിലും പുട്ടും ചിക്കൻ കറിയാണെങ്കിലും പുട്ടിൻ്റെ കൂടെ എന്താണെങ്കിലും എനിക്കിഷ്ടമാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, ഇനി പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ചെമ്പാ പുട്ട് അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് വെള്ള പുട്ടുപൊടി ഇങ്ങനെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെമ്പാ പുട്ട് ഉണ്ടാക്കുമ്പോൾ അല്പം നമ്മുടെ സാധാ വെള്ള പുട്ടുപൊടി ഇങ്ങനെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ AR റഹ്മാൻ്റെ സോങ്സ് TV വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടാണ് കുക്കിങ്. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് ഞങ്ങളുടെ മമ്മിയുടെ സ്പെഷ്യൽ പ്രോൺസ് റോസ്റ്റാണ് കേട്ടോ. ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞ റെസിപ്പി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചെമ്മീൻ ഇവിടെ ഇതുപോലെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി കിട്ടുന്ന ചെമ്മീനാണ്. കുഞ്ഞു ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ആകെ ഒരു 150 ഗ്രാമോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം വെളിച്ചെണ്ണയും ഉപ്പും തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യും. എന്നിട്ട് വെള്ളം ചേർക്കാതെ തന്നെ ഞാൻ ഇത് കുക്കറിൽ വെച്ച് ഒരു ഒറ്റ വിസിൽ കേട്ടോ, അതിൽ കൂടുതൽ അടുപ്പിക്കരുത്. ഒറ്റ വിസിലും കൊണ്ട് തന്നെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ചെമ്മീൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ റബ്ബർ പോലെ ഭയങ്കര ബലം പിടിച്ചിരിക്കും.
പക്ഷേ കുക്കറിലിട്ട് ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ആ ടിപ്പൊക്കെ എനിക്ക് മമ്മി പറഞ്ഞു തന്നാണേ. ഇവിടെ ഇച്ചാൻ എപ്പോഴും പറയും മമ്മി ഉണ്ടാക്കുന്ന ചെമ്മീൻ റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുപോലെ ഒരു ദിവസം ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയോട് ചോദിച്ച് മമ്മി പറഞ്ഞ പോലെ ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് വാഴക്കുടപ്പൻ്റെ തോരനാണ് കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ടേക്ക് വാഴക്കുടപ്പൻ എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ വാഴക്കൂമ്പ്. അപ്പോൾ അതിങ്ങനെ കൊത്തി അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ചൂടുവെള്ളത്തിലേക്ക്, ചെറു ചൂടുവെള്ളമാണേ, അതിലേക്ക് ഒരു സ്പൂൺ തൈര് കൂടെ ചേർത്തു. അതായത് ഒരു മോരുവെള്ളം എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ വെള്ളത്തിലേക്ക് ഇത് കൊത്തി അരിഞ്ഞിടുവാണെങ്കിൽ ഇതിൻ്റെ ആ കറയോ പശയോ അതൊന്നും ഉണ്ടാവത്തുമില്ല. അതിനൊപ്പം തന്നെ കറുത്തും പോകത്തില്ല. ഇതിങ്ങനെ അരിഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കറുത്തു പോകുന്ന സാധനമാണ്. അപ്പോൾ അതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വെള്ളത്തിലേക്ക് കൊത്തി അരിഞ്ഞിടുന്നത്. അപ്പോൾ ഈ കുടപ്പൻ്റെ നമ്മൾ ആ ഭാഗങ്ങളെല്ലാം അടിവശം ഇങ്ങനെ വെളുത്ത് കാണുന്നിടം വരെ തൊണ്ടൊക്കെ പൊളിച്ച് കളയുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് ഇടുക. ഈ വാഴക്കൂമ്പ് സാധാരണ പാളയംകുടം പഴത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ പൂവമ്പഴത്തിൻ്റെയൊക്കെ ആ വാഴക്കൂമ്പാണ് സാധാരണ ഇതുപോലെ തോരൻ വെക്കാൻ എടുക്കുന്നത്. അല്ലാത്തത് എടുത്തിട്ടുണ്ടെങ്കിൽ കയ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാനിന്നോടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വന്ന് ഇവർക്ക് വാഴക്കുടപ്പം വരെ ഇതുപോലെ പുറത്തൊക്കെ കിട്ടിത്തുടങ്ങിയോന്ന്. എല്ലാം കിട്ടും, പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാശ് കൊടുത്ത് വാങ്ങുന്നവരുണ്ടായിരിക്കുമോ? ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. ഇവിടെ ഇതിൻ്റെയൊക്കെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെറുതെ പോകുന്ന സാധനമാണ്. അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ. ആ കുടപ്പൻ്റെ നടുഭാഗം കണ്ടോ, ഒരു പകുതി ഇട കഴിഞ്ഞ് കഴിയുമ്പോൾ ആ നടുഭാഗത്തിന് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് കൊത്തി അരിയുമ്പോൾ ആ നടുഭാഗം കൊത്താതെ വേണം നമ്മൾ അരിയാനായിട്ട്. ആ നടുഭാഗത്തിന് കട്ടി കൂടുന്ന ഭാഗം എത്തുമ്പോഴേക്കും കയ്പ്പ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ നടുഭാഗത്തിന് കട്ടി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സൈഡ് മാത്രം കൊത്തി അരിഞ്ഞിട്ട് അരിഞ്ഞിടുക. അതൊന്ന് ശ്രദ്ധിക്കണേ. അത് മാത്രമേ കുടപ്പൻ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. കുറേ നാൾ കൂടിയാണ് കേട്ടോ കുടപ്പൻ തോരൻ വയ്ക്കുന്നത്. ഞങ്ങളങ്ങോട്ട് കുടപ്പൻ എന്നാണ് പറയുന്നത്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ ഇപ്പോൾ നാട്ടിൽ നിന്ന് കയറ്റി വിടുന്നത് ഈ പറഞ്ഞ പോലെ പാളയംകുടൻ്റെയോ അല്ലെങ്കിൽ പൂവമ്പഴത്തിൻ്റെയൊക്കെ കുടപ്പൻ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ടൈപ്പ് കുടപ്പനും ചിലപ്പോൾ കയറ്റി അയക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കടകളിൽ നിന്ന് അത് വാങ്ങിക്കുമ്പോൾ അതിന് കയ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളൊരു ഭാഗ്യപരീക്ഷണം നടത്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ പ്രോൺസ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ അരിയുകയാണ് കേട്ടോ. കുടപ്പനൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പ്രോൺസ് റോസ്റ്റിന് വേണ്ടതെല്ലാം ചെറുതായിട്ട് കുനുകുനാന്നാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇന്നത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഈ കുടപ്പനൊന്ന് അരിഞ്ഞെടുക്കേണ്ടതും പിന്നെ ചെമ്മീനൊന്ന് വെന്ത് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള തക്കാളി കൂടെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുവാണേ. ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ, കാരണം ആകെ 150 ഗ്രാം ചെമ്മീനുള്ളൂ. അപ്പോൾ ഒരുപാട് തക്കാളി ആയി കഴിഞ്ഞാൽ പുളി കൂടുതലായി പോവും. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്, അതായത് നമ്മുടെ കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി. അപ്പോൾ അതും കുനുകുനാന്ന് അരിയുക. ഈ ചുവന്നുള്ളിയുടെ അളവൊക്കെ കൂടുതലാണെങ്കിൽ ചെമ്മീൻ റോസ്റ്റിന് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ അരിയുന്ന സമയം കൊണ്ട് വാഴക്കൂമ്പ് മോരും വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ കറിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നന്നായിട്ട് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടോ, ആ വാഴക്കൂമ്പിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞ ഉടനെ തന്നെ നന്നായിട്ടത് കറുത്തു പോവുമായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോരും വെള്ളത്തിൻ്റെ അകത്തേക്ക് അരിഞ്ഞിട്ടത്. ഈ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനും വെന്തു കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. ഒരുപാട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ നല്ല റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് ഒതുക്കുന്ന പോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ കുടപ്പൻ തോരന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ 2 പാത്രം ഞാൻ ഒരേ സമയം അടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാമല്ലോ. ചെറിയ പാത്രം നമ്മുടെ ചെമ്മീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വലിയ പാത്രം കുടപ്പൻ്റെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2ലും വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടാക്കാൻ വെച്ചു. ഇനി വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുകും കറിവേപ്പില ഇടാം. ഇനി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ കുടപ്പൻ്റെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഉഴുന്ന് ചേർക്കുക. ഈ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം ഉഴുന്ന് പരിപ്പ് ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ചേർക്കുന്നത്. ഞാൻ ഈ പാത്രം ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കും കേട്ടോ, കാരണം ആ ചെറിയ പാത്രം ഇരിക്കുന്നിടത്ത് ബർണർ കുറച്ചുകൂടെ വലുതായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പാകത്തിനായി.
ഇനി നമുക്ക് കുടപ്പം വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ആ പാത്രത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. അതേപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി നേരത്തെ അരിഞ്ഞ് വെച്ചത് കൊണ്ടാണ് കേട്ടോ നേരത്തെ അരിയുന്ന കൂട്ടത്തിൽ കാണിക്കാതിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വഴറ്റുന്നത് മാത്രമാണ് കേട്ടോ ഒരു മെനക്കേടുള്ള പണിയുള്ളൂ. അപ്പോൾ കുടപ്പനും അതേ സമയം അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഈ കുടപ്പം വേവിക്കാൻ നേരത്തെ വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം അതിന് ഓൾറെഡി ഒരു വെള്ളമയം ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ആ മോരും വെള്ളത്തിൽ ഇട്ടേക്കുമല്ലായിരുന്നു, അതുകൊണ്ട് പിന്നീട് ഞാൻ ഒരു വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ചെമ്മീൻ റോസ്റ്റിലേക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെമ്മീൻ വേവിക്കാൻ നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മല്ലിപ്പൊടി മാത്രമേ നമ്മൾ ഉള്ളിയിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ചേർത്ത് കറക്റ്റ് പാകമായിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി വേവിച്ച ചെമ്മീനായതുകൊണ്ട് ഇനി ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പറ്റിപ്പിടിക്കാൻ പാകത്തിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ സമയം കൊണ്ട് കുടപ്പനും വെന്ത് വന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ, അപ്പോൾ അത് ഈ കുടപ്പനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ഇളക്കി ആ ഒരു തേങ്ങയുടെ ഒരു പച്ചമണം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ ഞാൻ കുടപ്പനിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അവസാനമാണ് ചേർത്തത്, കാരണം കുടപ്പനിലേക്ക് ആദ്യമേ നമ്മൾ ഉപ്പ് ചേർത്ത് പോയിട്ട് അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ കുടപ്പൻ തോരൻ വയ്ക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളപ്പയറില്ലേ, വൻപയർ, അത് വേവിച്ച് ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ പക്ഷേ ചേർക്കുന്നില്ല. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ 2 കറികളും റെഡിയായി കഴിഞ്ഞു. ഇനി വിളമ്പാൻ തുടങ്ങാം. അപ്പോൾ നല്ല ഒന്നാന്തരം കുടപ്പൻ തോരനും അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റൊക്കെയാണ് കേട്ടോ. മമ്മി ഉണ്ടാക്കിയതിൻ്റെ അത്രയും ടേസ്റ്റൊന്നും ഞാൻ ഉണ്ടാക്കിയതിന് വന്നിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. എങ്കിലും ഏതാണ്ടൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കേട്ടോ ഈ ചായം പറഞ്ഞേ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. രാവിലത്തെ ആ ചിക്കൻ കറി ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഈ ചോറിൻ്റെ ഒപ്പം അത് എടുക്കുന്നില്ല. എനിക്ക് ഈ ചെമ്മീൻ റോസ്റ്റും കുടപ്പൻ തോരൻ്റെ ഒക്കെ ഒപ്പം ഒരു അച്ചാറും കൂടെ മാത്രം മതി എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ഫ്രഷ് ലൈം ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. ഫ്ലേവേർഡ് ഫ്രഷ് ലൈമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടുന്ന്, അതായത് ഇറ്റലിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ഞങ്ങളുടെ വീഡിയോ ആയിരുന്നു ബേക്കറി സ്റ്റൈൽ ഫ്ലേവേർഡ് ഫ്രഷ് ലൈം. അന്ന് ആ വീഡിയോ കണ്ടവരുടെ എണ്ണം വളരെ കുറവായിരുന്നു, പക്ഷേ അവരെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ നേരിട്ടും അറിയിച്ചവരുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഒരു ഫ്രഷ് ലൈം കാണിച്ചു തരാം കേട്ടോ. അന്ന് ഞങ്ങളുടെ കയ്യിൽ ഈ ബ്ലെൻഡർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലാണ് അത് അടിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ബ്ലെൻഡറിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മുടെ മുന്തിരിയും ആവശ്യത്തിന് പഞ്ചസാരയും തണുത്ത വെള്ളവും, വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. ഈ മുന്തിരി നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന ശേഷം മാത്രം നാരങ്ങ ചേർക്കുക. നാരങ്ങ ഇട്ട ശേഷം ഒന്ന് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അത് ഒരുപാട് നേരിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പായി പോവും. അപ്പോൾ നമ്മൾ നാരങ്ങ തൊലിയോട് കൂടിയാണ് ഇടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ ചെയ്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വിശദീകരിച്ച് പറയാതിരുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ഫ്രഷ് ലൈം വേണോ അത്രയും വെള്ളം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അതല്ലാതെ നമ്മൾ ഇതിലേക്ക് വീണ്ടും ഇനി വെള്ളം ചേർക്കുകയല്ല ചെയ്യുന്നത്. മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാണ് അടിക്കുന്നത്. അതുപോലെ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി അതൊന്ന് അരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഏത് സെർവിങ് ഗ്ലാസ്സിലേക്കാണോ ഒഴിക്കുന്നത് അതിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രഷ് ലൈം റെഡി ആയി കഴിഞ്ഞു. 2 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല ഇതുണ്ടാക്കാനായിട്ട് അല്ലേ. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്രഷ് ലൈമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ നാത്തൂൻസ് ഫാമിലിയിൽ ഇതുവരെ നിങ്ങൾ മെമ്പർ ആയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കിക്കോളുക, ഓളും കൂടെ പ്രസ് ചെയ്തോളുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പുതിയ വേറിട്ട രുചികളും കാഴ്ചകളുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ.